സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന ഒന്ന്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ. പാലക്കാട് നാട്ടുകൽ സ്വദേശിനിക്ക് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. വിശദ പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച സാമ്പിൾ ഫലം പോസിറ്റീവായിരിക്കുന്നു എന്നുള്ള നെഗറ്റീവ് വാർത്തയാണിപ്പോൾ വരുന്നത്. പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച സാമ്പിൾ ഫലം പോസിറ്റീവായിരിക്കുന്നു എന്നുള്ള നെഗറ്റീവ് വാർത്ത ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അതിൻ്റെ അർത്ഥം സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് നാട്ടുകൽ സ്വദേശിനിക്ക് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച സാമ്പിൾ ഫലം പോസിറ്റീവായിരിക്കുന്നു. നാട്ടുകൽ കിഴക്കുപുറം മേഖലയെ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രദേശത്ത് 3 കിലോമീറ്റർ പരിധിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. 100-ലധികം പേരെ ഹൈ റിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ ഭാഗത്തുള്ളവർ അതീവ ജാഗ്രതയോടുകൂടി വേണം കഴിയേണ്ടത്. സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിക്ക് അത്യധികം ഉണർവോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇത്. ഇപ്പോഴത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തകർച്ചയുടെയും അതിനെ തുടർന്ന് ഒരു സ്ത്രീ മരിച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പക്ഷേ ആരോഗ്യമന്ത്രി ഉണർവോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പാലക്കാട് നാട്ടുകൽ സ്വദേശിനിക്ക് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. വിശദമായ പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച സാമ്പിൾ ഫലം പോസിറ്റീവായിരിക്കുന്നു.